Guys, this is the day 2 at Goa. ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു 9-9:30 ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലെൻമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഫുഡൊക്കെ കഴിച്ച് പിന്നെയും വണ്ടി എടുത്ത് നമ്മൾ പോയി. ഇതാണ് ഞങ്ങളെ ക്ലാസ് ചെയ്യാറ്. സോ ഓൾ സെറ്റ് ടു ഗോ ടു ഗ്ലെൻമാർക്ക്. നമ്മൾ ഗ്ലെൻമാർക്കിലെത്തി. അവിടെ ഇതുപോലെ തന്നെ ഫോണും സാധനങ്ങളൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ബീച്ചിലോട്ട് പോകുമായിരുന്നു. Naga Beach. Finally, we are going for water activities. Official things, everything completed. Now, We will enjoy. but here many brainless people are there. We can't do anything for them. You, topper, only brain for studying, nothing else. Sir, say hi. Hi. Sir, say hi. 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 We'll see you from beach, okay? പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മൺസൂൺ ആയത് കാരണം ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ല, വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം ഗോവ വിസിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു നോർമൽ ബീച്ച് മാത്രമായിരുന്നു. പോരാത്തതിന് മഴയുള്ളത് കാരണം ഒരുപാടൊന്നും ആരും ഇറങ്ങാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ബീച്ച് വൈബ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന് തിരിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു മാർക്കറ്റിൻ്റെ പേരും ഐ ഡോണ്ട് റിമെമ്പർ. ഒരു 2 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാ ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള ഷോപ്പിംഗ് ആ ഒരു ഏരിയ ഒക്കെ തന്നെ നല്ല രസമായിരുന്നു. എന്തായാലും കുറേ അങ്ങനെ നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇതായിരുന്നു ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഗോവയിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം മൺസൂൺ സീസണിൽ വരാതിരിക്കുക. കാരണം മൺസൂൺ സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോവൻ വൈബ് എൻജോയ് ചെയ്യാനേ പറ്റില്ല. കാരണം ഒന്നുമില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വിൻ്റർ സീസണിലായിരുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സീസൺ ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതെല്ലാം കുറവായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു വൈബിൽ നമ്മുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ഡേ മെയിനായി ബീച്ച് വൈബ്സും ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ നോ. നമ്മൾ ഗോവ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് നൈറ്റൊക്കെ ബീച്ച് വൈബ്സൊക്കെ അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റ് ടൈം പോയത് കാരണം എനിക്കറിയാം. ആ ഒരു വൈബൊന്നും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് എൻ ഒഫീഷ്യൽ ട്രിപ്പ് അതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക് വൈബ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വൈബ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ തിരിച്ചു പോയി ഇതുപോലെ റൂമിലെത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ നമ്മുടേതായിട്ടുള്ള രീതിക്കുള്ള എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. ഇനി ഡേ 3 വ്ളോഗിൽ കാണാം. ബൈ.